ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്ന് യമുന ശുദ്ധമാകും എന്നതായിരുന്നു. രാഹുൽ ഗാന്ധി ഡൽഹിയിലെ വേദികളിൽ എത്തുമ്പോൾ ജനങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞതാണ് യമുന ഞങ്ങൾ ശുദ്ധീകരിക്കുമെന്നത്. യമുനയിലെ മലിനജലം ഒരു കുപ്പിയിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ടാണ് രാഹുൽ അങ്ങനൊരു വാഗ്ദാനം നൽകിയിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചില്ല. എന്നാൽ രാഹുലിന്റെ വാഗ്ദാനം നടപ്പിലാക്കാൻ പോവുകയാണ്. രാഹുൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് രാജ്യത്തിന്റെ ജനങ്ങൾക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അധികാരത്തിലെത്തിയ BJP സർക്കാർ ആദ്യമായി ചെയ്യാൻ പോകുന്നത് രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച കാര്യങ്ങൾ തന്നെയാണ്. യമുന നദിയെ ശുദ്ധമാക്കുക എന്നതാണ് സർക്കാർ മുൻഗണന നൽകുന്നത് എന്ന് ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത പറഞ്ഞതോടെ യഥാർത്ഥത്തിൽ കയ്യടി കിട്ടേണ്ടത് രാഹുൽ ഗാന്ധിക്കാണ്. ഡൽഹിയിലെ ജനങ്ങളുടെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് യമുന നദിയിലെ ശുദ്ധീകരണം. അത് ഈ സർക്കാരിനെ മുന്നിലെത്തിക്കാൻ രാഹുലിന് സാധിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം യമുനയുടെ തീരത്ത് നടന്ന ആരാധിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് രേഖ ഗുപ്ത ശുദ്ധീകരണം എത്രയും പെട്ടെന്ന് നടത്തും എന്നുള്ള കാര്യം വിളിച്ചു പറയുന്നത്. ഡൽഹിയിലെ 70 നിയമസഭാ സീറ്റുകളിൽ 48 എണ്ണവും പിടിച്ചാണ് BJP ഇത്തവണ അധികാരത്തിലെത്തിയത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യമുന നദിയുടെ മലിനീകരണം ഒരു പ്രധാന വിഷയം തന്നെയായിരുന്നു. മലിനീകരണം, കയ്യേറ്റങ്ങൾ, വെള്ളപ്പൊക്ക മാനേജ്മെന്റ് എന്നിവ കോൺഗ്രസ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതാണ്. യമുന വൃത്തിയാക്കുമെന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ആം ആദ്മി പാർട്ടി അമ്പയെ പരാജയപ്പെട്ടു എന്നതും കോൺഗ്രസ് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചതാണ്. എന്തായാലും കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടു. എങ്കിലും കോൺഗ്രസ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് ഇപ്പോൾ BJP ഏറ്റെടുത്തിരിക്കുന്നത്. ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ രാഹുൽ ഉയർത്തിയപ്പോൾ ബീഹാർ പോലുള്ള പല സംസ്ഥാനങ്ങളും അത് ഏറ്റെടുത്തിരുന്നു. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഡൽഹിയിലെ യമുന നദി ശുദ്ധീകരണവും വരികയാണ്. ഇവിടെ BJP നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആശയം അത് രാഹുൽ ഗാന്ധിയുടേതാണ്, കോൺഗ്രസിൻ്റെതാണ്.